പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രിയ മക്കളെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അതായത് നാം ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിനെല്ലാം മറുപടി പൂർണ്ണമായിട്ടാണ് നമ്മുടെ അപ്പച്ചൻ നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒന്നിനും കുറവില്ലാത്ത കർത്താവാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ മനസ്സുള്ള, ഹല്ലേലൂയ, കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ബുദ്ധിമുട്ടുന്ന ഏത് വിഷയത്തിലാണോ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എഫെസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, ഹല്ലേലൂയ, കഴിയുന്നവന്. പ്രിയ മക്കളെ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, അതായത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തു പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നാം ബുദ്ധിമുട്ടുന്ന ഏത് വിഷയത്തിലും നമ്മെ അടുത്തറിയുന്ന ദൈവം, നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന ദൈവം, നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോയാൽ ഈ വിഷയത്തിന് മറുപടി ലഭിക്കും, ആരിൽ നിന്ന് ലഭിക്കും, എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിലാണോ നമ്മുടെ വിഷയം വെക്കുന്നത്, അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമ്മെ പോറ്റുവാൻ ശക്തനായ കർത്താവിനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കാണ് നമ്മുടെ വിഷയത്തിൽ ഡൗട്ടുകൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പാ, ഇതെങ്ങനെ നടക്കും, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ. അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിലെ 11-12 വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനായവൻ തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളുടെ വിശ്വാസം, ഹല്ലേലൂയ, എപ്രകാരമാണ്? ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അവിശ്വാസമൊക്കെ മാറ്റിവെക്കണം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിച്ചു നോക്കിയാൽ നമുക്ക് അബ്രഹാമിൻ്റെ സാറയുടെയും വിഷയം, ഹല്ലേലൂയ, നന്നായിട്ട് അത് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വൃദ്ധനായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ, എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? ഹല്ലേലൂയ. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രിയ മക്കളെ, നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്കാണ് സകലവും അസാധ്യം, നമ്മുടെ അപ്പച്ചന് സകലവും സാധ്യമാണ്. നമ്മുടെ അപ്പൻ ചിന്തകൾക്കൊരിക്കലും കഴിയില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരുന്ന, നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ, ഹല്ലേലൂയ, നിന്നാപാത്രമാക്കാതെ, ഹല്ലേലൂയ, മാനിക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധി വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ നാം നമ്മുടെ വിഷയം വെക്കുകയാണോ, അതിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ആരുടെ മുന്നിൽ ലജ്ജിപ്പിക്കാതെ നമ്മുടെ അപ്പൻ നമ്മെ കാത്തു പരിപാലിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ
അത്രയധികം കൊടുക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ എപ്പോഴും അതാണ്. ഒരു മാതാവായാലും പിതാവായാലും തൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചോദിക്കുന്നോ അതിലേറ്റവും നല്ലത് കൊടുക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമ്മൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരുതുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ കരുതുന്ന അപ്പൻ നമുക്ക് വേണ്ടുന്നത്, ഹല്ലേലൂയ, അതായത് നന്മയായുള്ളതാണ് ദിനംതോറും നമുക്ക് വേണ്ടി നൽകി തരുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ കുടുംബങ്ങളിലെ അവസ്ഥകൾ മാറ്റിത്തരും. ഹല്ലേലൂയ. കണ്ണുനീരും വേദനകളും മാറ്റിത്തരും. കയ്പായി തീർന്നിട്ടുള്ളത് മധുരമാക്കി മാറ്റിത്തരും. ഹല്ലേലൂയ. എപ്പോഴും മാറയുടെ അനുഭവം ആയിരിക്കില്ല. മാറയെ മാറ്റി മധുരമാക്കി തരുന്ന നല്ലൊരു പിതാവ്. ഹല്ലേലൂയ. നോക്കൂ, അപ്പൻ കാണിച്ചു തന്നത് എന്താ? ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് മതി നിന്റെ വീട്ടിന്റെ അവസ്ഥകൾ മാറുവാൻ. ഏത് മാറയുടെ അവസ്ഥയായാലും, ഹല്ലേലൂയ, മോശയെ നോക്കൂ, ഹല്ലേലൂയ, ആ വടിയൊന്ന് നീട്ടാൻ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അത്ഭുതങ്ങളല്ലയോ പ്രിയ ദൈവമക്കളെ നടക്കുന്നത്. നമ്മുടെ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ഏത് കൈപ്പേറിയ വിഷയമായാലും അത് മധുരമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. എന്നും നമ്മൾ മാറിയായിട്ടിരിപ്പാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മധുരമായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവരായി കർത്താവിനെ, ഹല്ലേലൂയ, ഉയർത്തുന്നവരായി തീരുവാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അനുഗ്രഹിക്കപ്പെടണം. യേശുപ്പനെ അറിഞ്ഞ ഒരു വ്യക്തിയെയും കർത്താവ് കൈവിടുകയില്ല. ഹല്ലേലൂയ. എവിടെയും ഉയർത്തുവാൻ, എവിടെയും ശക്തിയോടെ നിർത്തുവാൻ, നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, മാന്യമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവിക സന്തോഷം അനുഭവിക്കണമെന്നുള്ളതാണ് നമ്മുടെ അപ്പന്റെ ആഗ്രഹം. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ ശക്തനായ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മെ കരുതുന്ന ദൈവം, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വിഷയം, ഹല്ലേലൂയ, ഏത് വേദനാജനകമായ വിഷയമായാലും ഏത് പ്രയാസകരമായ വിഷയമായാലും നമ്മുടെ കരത്തിൽ നിന്ന് അപ്പന്റെ കരത്തിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. ഓ ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ താങ്ങി നടത്തുന്ന അപ്പൻ, നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി നൽകി തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നോക്കൂ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് അതുപോലെയാ ചെയ്തു തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, ദൈവമേ, ഒരു മാർഗവുമില്ല, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. നോക്കൂ, അപ്പച്ചൻ പറയുക, നീ മഴ കാണണ്ട, നീ കാറ്റ് കാണണ്ട, കോള് കാണണ്ട. ഓ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ, ഹല്ലേലൂയ. നമ്മുടെ അപ്പന്റെ ഒരു വാക്ക് മതി, ഒരു നിമിഷം മതി നമ്മുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുവാൻ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരിക്കലും സാധിക്കാത്ത, എല്ലാവരും കൈവിടുന്ന സ്ഥലത്താണ്, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി നടക്കുന്നത്. ഹല്ലേലൂയ. അതായത്, ഹല്ലേലൂയ, മുന്നമേ നാം പ്രതീക്ഷിക്കുന്നതിനും ഉപരിയായിട്ടാ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ തക്ക സമയത്താ പ്രവർത്തിക്കുന്നത്. നമ്മൾ പലയിടങ്ങളും ഓടിച്ചാടി നടക്കും, ദൈവമേ, ഈ വിഷയത്തിന് എങ്ങനെയാ മറുപടി? ഹല്ലേലൂയ. നോക്കൂ, അതെല്ലാം അസ്തമിക്കുമ്പോൾ നമ്മുടെ അപ്പന്റെ കാര്യം നമുക്ക് വേണ്ടി നീട്ടു. ഹല്ലേലൂയ. ആ ഉദയ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ നമ്മുടെ മുഖം പ്രകാശിക്കുന്നതായി കാണുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാത്തിനും ഉപരിയായി സമൃദ്ധിയായി ചെയ്യുവാൻ കഴിയുന്ന ദൈവിക അനുഗ്രഹമാണ് പ്രിയ മക്കളെ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടക്കുന്ന കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതലുണ്ടാകുവാൻ ഇടയാകണമേ. ഏത് ഭാരമേറിയ വിഷയത്തിൽ, ഹല്ലേലൂയ, ഓരോരുത്തരുമായിരിക്കുന്നു, അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. കർത്താവേ, കർത്താവിന്റെ കരം നീട്ടണമേ. യേശു
ജോസഫച്ച ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുന്ന അപ്പൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കുവാനിടയാകട്ടെ കർത്താവേ. ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവ്. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ വിഷയത്തെ മേലും മറുപടി അഴിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.